ഹരി ഓം. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഞാൻ സുദർശൻ മേഴത്തൂർ. പുതുവർഷത്തിൽ നാം നിർബന്ധമായും ആചരിക്കേണ്ട, അനുഷ്ഠിക്കേണ്ട ഒരു ശീലത്തെയാണ് നാം ഇന്ന് പഠിപ്പിക്കുന്നത്. ശ്രദ്ധിച്ചാൽ ഏറെ ശ്രേയസ്സിനെ നൽകുന്നതും നമ്മൾ തീർച്ചയായും വളരെ ശ്രദ്ധിക്കേണ്ടതുമായ വിഷയമാണ്. പ്രത്യേകിച്ച് വർഷാരംഭം, മാസാരംഭം എന്നീ ദിവസങ്ങളിൽ നാം ധനം കൈകാര്യം ചെയ്യേണ്ടതായ രീതി. ക്ഷേത്രങ്ങളിലേക്കൊക്കെ സാധാരണ നമ്മൾ ധനം കൊടുക്കുമ്പോൾ വഴിപാട് സംഖ്യയായിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു സമർപ്പണ നിധിയായിട്ടോ കൊടുക്കുമ്പോൾ എന്തിനാണ് 101, 501 ഒക്കെ ആയിട്ട് നൽകണമെന്ന് പലർക്കും സംശയം ഉണ്ടാകും. കാരണം കൃത്യമായ ഒരു പൂർണ്ണ സംഖ്യയെ കൊടുക്കാതെ ദേവന് കൊടുക്കുന്നതിൽ കൃത്യമായ ഒരു കണക്ക് വെക്കാതെ അനന്തമായ സംഖ്യ കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ പ്രതീകാത്മകമായാണ് സാധാരണ നമ്മൾ 101, 501 എന്നൊക്കെ കൊടുക്കും. 1 രൂപ അധികം വെച്ചാൽ കൃത്യമായി കണക്ക് വെച്ച് കൊടുക്കുന്നില്ല എന്നാണ് അതിൻ്റെ സങ്കല്പം. തീർച്ചയായും ഐശ്വര്യം വന്നു ചേരാനുള്ള ഏറ്റവും മാർഗമാണ് ഒരു വെള്ളി നാണയത്തോടു കൂടി ധനം കൊടുക്കുക. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാവട്ടെ, സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ കൈകാര്യം ചെയ്യുന്നവർ, സഹപ്രവർത്തകരായ ആൾക്ക് ധനം കൊടുക്കുക. ഒരു വെള്ളി നാണയം, പ്രത്യേകിച്ച് വെള്ളി നിറത്തിലുള്ള നമ്മുടെ 1 രൂപ നാണയമായാലും അത് കുബേരസ്വാമിയുടെ പ്രതീകമാണെന്നാണ് പറയുന്നത്. ലോഹങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു ഗുണമുണ്ട്. ഒരു ലോഹപദാർത്ഥത്തോടെ കൊടുത്താൽ അത് കൊടുക്കുന്ന ആൾക്കും സ്വീകരിക്കുന്ന ആൾക്കും അനവധിയായ ധനവും ഐശ്വര്യവും വന്നു ചേരും എന്ന് പറയുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും 1-ാം തീയതി ആവട്ടെ, പണ്ടൊക്കെ നമ്മളിങ്ങനെ കൈനീട്ടം എന്ന വാക്ക്, കൈനീട്ടം സാധാരണ വിഷുവിന് കൈനീട്ടം വാങ്ങുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതിലതീതമായിട്ട് സന്തോഷത്തോടു കൂടി ഒരു ദിവസം ആരംഭിക്കുമ്പോൾ കൈനീട്ടം വാങ്ങുന്ന ഒരു സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നു. 1-ാം തീയതികളിലൊക്കെ മാസാരംഭം, മലയാള മാസം 1-ാം തീയതി, വിഷു ആവട്ടെ, ദീപാവലി ആവട്ടെ, ദീപാവലിക്കൊക്കെ ആണല്ലോ ഇന്നിപ്പോൾ നമുക്കറിയാം വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ദിവസമാണ്. ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഞാൻ ദർശിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പേര് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകൾ ആരംഭിക്കുന്ന ദിവസവും ദീപാവലിയാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ കൂടുതൽ ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുന്ന ആളുകളാണ്. കാരണം അവർക്കറിയാം ശുഭകരമായ ദിവസം ആരംഭിക്കുന്ന കാര്യങ്ങളൊക്കെ ശുഭമായിട്ട് ഭവിക്കും. അതുകൊണ്ട് തീർച്ചയായും നല്ല ദിവസങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. അത് ഇംഗ്ലീഷ് മാസമാവട്ടെ, മലയാള മാസമാവട്ടെ. ഇന്നിപ്പോൾ നമ്മൾ ഗ്രിഗോറിയൻ കലണ്ടർ നോക്കി ജീവിക്കണവരാവും കൂടുതലും. അതുകൊണ്ട് ശുഭമായിട്ട് ആരംഭിക്കാൻ സാധിക്കണം. ധനം കൊടുക്കുമ്പോഴും ധനം വാങ്ങുമ്പോഴും ഒരു നാണയത്തോടു കൂടിയും കൂടെ കൊടുക്കാൻ സാധിച്ചാൽ അത് ഐശ്വര്യത്തെയും അഭിവൃദ്ധിയെയും ശ്രേയസ്സിനെയും നൽകുമെന്നതിൽ സംശയമില്ല. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ധനം സൂക്ഷിക്കുന്ന ഇടം. ഗൃഹത്തിലാണെങ്കിൽ സാധാരണ കേരളീയ വാസ്തു സമ്പ്രദായത്തില് കന്നിരാശി അഥവാ നിര്യഹൃദീകോണ്, തെക്കും പടിഞ്ഞാറും ചേർന്ന മൂലയാണ് കന്നിമൂല. കന്നിമൂലയിലാണ് സാധാരണ മാസ്റ്റർ ബെഡ്റൂം വരിക. അതല്ലാതെയും കാണാൻ സാധ്യതയുണ്ട്. എങ്കിലും കന്നിമൂല വളരെ വിശേഷമാണല്ലോ, മാസ്റ്റർ ബെഡ്റൂം. അവിടെ ധനം വയ്ക്കുന്നതിന് വലിയ പ്രാധാന്യമാണ്. വടക്ക് അഭിമുഖമായിട്ട് വാതിൽ തുറക്കണ പോലെ വെക്കുന്നതും ബഹുവിശേഷമാണ്. ഇന്നിപ്പോൾ കുബേരൻ്റെ പ്രതിമകളൊക്കെ ധാരാളം വടക്കോട്ട് വെക്കുന്ന ഒരു ചര്യ പല ഗൃഹങ്ങളിലും ചെന്നാൽ കാണാൻ സാധിക്കും. കുബേരൻ വടക്ക് ദിക്കിൻ്റെ അധിപനും കൂടിയാണ്. യക്ഷായ കുബേരായ വൈശ്രവണായ ധനധാന്യാധിപതയെ എന്നാണല്ലോ പ്രാർത്ഥന. ധനത്തിൻ്റെയും ധാന്യത്തിൻ്റെയും അധിപനായിട്ട് കുബേരസ്വാമിയെ കാണാം. വടക്ക് ദിക്കിൻ്റെ അധിപനായി കുബേരസ്വാമി ഇരിക്കുമ്പോൾ കുബേരസ്വാമിയുടെ ദിക്കിലേക്ക് ധനം വെക്കുന്നത്, ധനപ്പെട്ടി വെക്കുന്നത് വളരെ വിശേഷമാണെന്ന് പറയുന്നു. സ്വർണവും ആഭരണവും ഒക്കെ അങ്ങനെ വെക്കാം. കന്നിരാശി ബഹുവിശേഷമാണ്. ധനം നിലനിൽക്കാനും ഐശ്വര്യത്തോടുകൂടി നിലനിൽക്കാനും 1-ാം തീയതി ഭക്തിയോടെ കുബേരസ്വാമിയെ ധ്യാനിച്ച്, മഹാലക്ഷ്മിയെ ധ്യാനിച്ച്, വിശേഷമായി നമ്മുടെ പരദേവതയെ, ഇഷ്ടദേവതയൊക്കെ ധ്യാനിച്ച് പ്രാർത്ഥനയോടെ സ്വർണമോ നാണയമോ ഒക്കെ രാവിലെ ആദ്യം ഐശ്വര്യമായി നമ്മുടെ ധനപ്പെട്ടിയിൽ പ്രാർത്ഥിച്ച് വയ്ക്കുമ്പോൾ ആ മാസം ധനാഭിവൃദ്ധി ഉണ്ടാവാൻ അത് കാരണമാവണു എന്നിവിടെ പറയുന്നു. ഈ നവരത്ന മോതിരമൊക്കെ ഉള്ളവർ അത് പ്രാർത്ഥിച്ച് വയ്ക്കുക. സ്വർണ്ണമോതിരമോ മാലയുള്ളവർ അത് പ്രാർത്ഥനയോടെ ധനം സൂക്ഷിക്കുന്ന സ്ഥലത്ത് രാവിലെ കുബേരസ്വാമിയെ പ്രാർത്ഥിച്ച് ധ്യാനിച്ച് വയ്ക്കുമ്പോൾ, മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ച് ധ്യാനിച്ച് വയ്ക്കുമ്പോൾ ധനാഗമനത്തിനും
ഐശ്വര്യത്തിനും അത് കാരണമാകുന്നു എന്ന് പ്രാർത്ഥിക്കുന്നു. ധനത്തോടുള്ള ഭക്തിപൂർവമായ സമീപനം തന്നെ ഐശ്വര്യത്തെ കൊണ്ടുതരുന്നു എന്നാണ് പ്രാർത്ഥന. അതുകൊണ്ട് തീർച്ചയായും മാസാരംഭങ്ങളൊക്കെ വളരെ ഭക്തിയോടെ ധനത്തെ വിനിമയം ചെയ്യാൻ സാധിക്കണം. കൈനീട്ടത്തിനൊക്കെ ഫലമുണ്ട്. കാരണം ശുഭമായി ആദ്യം ഐശ്വര്യമായി ലഭിക്കുന്നതൊക്കെ ഏറെ ഗുണങ്ങളെ, നല്ല അനുഭവങ്ങളെ നൽകും അല്ലേ. കൈനീട്ടം മോശമായി, വളരെ വൈഷമ്യമായി എന്നൊക്കെ നമ്മൾ സാധാരണ ഭാഷയിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതിന് കാരണവും ഇതാണ്. പ്രത്യേകിച്ച് ജാതകസ്ഥിതിയൊക്കെ പരിശോധിക്കുമ്പോൾ, ദശാകാലം പരിശോധിക്കുമ്പോൾ ശുക്രന്റെ സ്ഥിതിഗതികളൊക്കെ പരിശോധിച്ചിട്ടാണ് ധനത്തിന്റെ വിഷയങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുക. ജ്യോതിഷപരമായിട്ട് ശുക്രസ്ഥിതിക്ക്, ശുക്രന്റെ സ്ഥാനത്തിനും ഒക്കെ വലിയ പങ്കുണ്ട്. ശുക്രദശ എന്നൊക്കെ നമ്മൾ സാധാരണ ഭാഷയിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ധനവും ഐശ്വര്യമൊക്കെ വർദ്ധിച്ചൊരു കാലഘട്ടം എന്നുള്ളതിന് ശുക്രദശ എന്ന് പറയുന്നുണ്ട്. ശുക്രൻ മഹാലക്ഷ്മിയുടെ കാരകത്വത്തെ വഹിക്കുന്ന ഒരു ഗ്രഹവും കൂടിയാണ്. ഇത് ശുക്രന്റെ അനിഷ്ടസ്ഥിതിയൊക്കെ വരികച്ചാൽ ധനം കയ്യിൽ നിൽക്കാത്ത അവസ്ഥയും വന്നു ചേരും തീർച്ചയായും. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം ചെയ്യുന്നത് വളരെ വിശേഷമാണ്. അല്ലെങ്കിൽ അവര് തീർച്ചയായും നെല്ല് ദാനം ചെയ്യുന്നത് ബഹുവിശേഷമാണ്. നെൽക്കതിരിലിരിക്കുന്നതും ഭഗവതിയാണല്ലോ, മഹാലക്ഷ്മി എന്നുള്ള സങ്കല്പമുണ്ട്. തൊട്ടടുത്ത ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ പ്രാർത്ഥനയോടെ ഉത്സവങ്ങൾ, വിശേഷ സമയങ്ങളിലൊക്കെ നെൽപ്പറയും നാണയപ്പറയും വെച്ച് പ്രാർത്ഥിക്കുന്നതും ധനധാന്യ ഐശ്വര്യങ്ങൾക്ക് യോഗ്യമാണ്, കരണീയമാണ്. ഒന്നും സാധിക്കാത്തവര് നിർബന്ധമായി ഗ്രഹങ്ങളിലിരുന്ന് മഹാലക്ഷ്മി അഷ്ടകം വെള്ളിയാഴ്ച ജപിക്കുന്നത് അത്യന്തം വിശേഷമാണ്. പകൽ സമയം ജപിക്കുന്നത് ഭഗവതിക്ക് വളരെ പ്രീതികരമാണ്. ലക്ഷ്മി അഷ്ടോത്തര മന്ത്രങ്ങളെ ജപിച്ച് ശ്രീ മഹാലക്ഷ്മിയുടെ ചിത്രത്തിന് മുമ്പിൽ നെയ്വിളക്ക് മറ്റോ കത്തിച്ചു വെച്ച് ദേവീ മന്ത്രങ്ങളെ ജപിക്കുന്നതും ലക്ഷ്മി അഷ്ടോത്തരം ബഹുവിശേഷം. അത് ജപിച്ച് ഭഗവതിയുടെ അഷ്ടലക്ഷ്മി കീർത്തനങ്ങളൊക്കെ ജപിക്കുന്നത് ധനധാന്യ ഐശ്വര്യങ്ങൾക്ക് കാരണമാവും. 1-ാം തീയതി നിർബന്ധമായിട്ടും ജപിക്കുക. ആ മാസം എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ ഇപ്രകാരം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി 2 അധ്യായത്തിൽ ദർശിക്കാം. നമസ്കാരം.